അന്ധമായി വിശ്വസിക്കുന്ന ജനതയെ പറ്റിക്കാൻ എത്ര വർഗമാണ്, മനുഷ്യവർഗമാണ് വേഷം കെട്ടി സിദ്ധനായും വൈദ്യനായും ഡോക്ടറായും സ്വാമിയായും അഭിനയിച്ച് എത്രയോ മനുഷ്യരാണ് കൊന്നു തള്ളിയിട്ടുള്ളത്. എത്ര വീടുകളാണ് കൊള്ളയടിക്കപ്പെട്ടിട്ടുള്ളത്. എത്ര പാവങ്ങളെയാണ് നരബലി കഴിച്ചിട്ടുള്ളത്. ഇതൊക്കെ കേരളത്തിൽ നടന്ന സംഭവങ്ങൾ തന്നെയല്ലേ. എന്നിട്ടും അന്ധവിശ്വാസം നടന്നത് പരിപൂർണമായി സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടും അത് അന്ധമായ വിശ്വാസമാണെന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും RSS സംഘടനകളോ BJP സംഘടനകളോ രംഗത്ത് വന്നു കഴിഞ്ഞാൽ നിയമം പാലിക്കേണ്ട കളക്ടർമാർ, പോലീസന്മാർ, അധികാരികൾ പോലും പിറകോട്ട് പോകുന്നൊരവസ്ഥ. അന്ധവിശ്വാസം ഒരിക്കലും നിയമത്തിൻ്റെ മുകളിലാവരുത്. നിയമത്തിൻ്റെ കീഴെ ജീവിക്കുന്ന സകല മനുഷ്യന്മാരുടെയും മുകളിൽ ഭരിക്കുന്ന, നിയന്ത്രിക്കുന്ന, ശ്രദ്ധിക്കുന്ന, സൂക്ഷ്മതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ പേരാവണം ഭരണഘടന, നിയമങ്ങൾ, നിയമപാലകർ, അധികാരികൾ എന്നുള്ളത്. ആർക്കും വഴിമാറിക്കൊടുക്കാനുള്ളതല്ല സത്യം പറഞ്ഞ ഇന്ത്യയിലെ ഭരണാധികാരികൾ, അല്ലെങ്കിൽ അധികാരികൾ, അല്ലെങ്കിൽ പോലീസ് വിഭാഗക്കാർ, അല്ലെങ്കിൽ കോടതികൾ. RSSകാരായ മനുഷ്യ വിഭാഗം ഒന്ന് ഒറ്റക്കെട്ടായി നിന്നു കഴിഞ്ഞാൽ ഏത് അന്ധവിശ്വാസത്തെയും, പച്ചയായി മനസ്സിലാവുന്ന അന്ധവിശ്വാസത്തെ പോലും, അത് സമൂഹത്തിന് ആവശ്യമുള്ള, മനസ്സിലാക്കി കൊടുക്കേണ്ട, പിന്നീട് ആവർത്തിക്കാതിരിക്കേണ്ട, ഇത് വലിയ വിപത്തായി മാറാൻ സാധ്യതയുള്ള കാര്യങ്ങളെപ്പോലും വ്യക്തമായി മനസ്സിലായിട്ടും ഒരു RSS സംഘടനയോ ഒരു ബജറംഗ് സംഘടനയോ ഒരു BJPക്കാരോ വന്നു കഴിഞ്ഞാൽ പിന്നെ അധികാരികൾ ഒഴിഞ്ഞുപോയി, നിയമം നടത്തേണ്ട പോലീസുമാർ ഒഴിഞ്ഞുപോയി. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഇന്ത്യ എന്ന രാജ്യത്തൊരു ഭരണഘടനയുണ്ട്. ഇവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ ജനാധിപത്യ വിശ്വാസികളാണ്. അവരുടെ വോട്ട് കൊണ്ടാണ് അധികാരികളെല്ലാം അധികാരത്തിൽ കയറുന്നതെങ്കിലും ആ അധികാരികൾക്കും അവരുടെ അവർ സത്യപ്രതിജ്ഞ ചെയ്ത നിയമത്തിനും അതീതരല്ലവരാരും തന്നെ. അവരെല്ലാവരും തന്നെ ഈ നിയമത്തിൻ്റെ കീഴിൽ നിയമത്തെ പാലിക്കുവാനും അനുസരിക്കാനും ഉള്ളവരാണ്. എന്നിട്ട് പോലും അന്ധവിശ്വാസം സംഭവിക്കുമ്പോൾ അത് ഏത് മതം, അത് മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ഇനി ഹൈന്ദവരായാലും ഏത് വിഭാഗമായാലും അന്ധവിശ്വാസം കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ പിന്നീട് പലതാണ്. അതിന് കണ്ണടക്കുകയും അതിന് സൗകര്യം ചെയ്തു കൊടുക്കുകയും അല്ലെങ്കിൽ സംഘടനകളുടെ ശബ്ദം കേട്ട് പിന്മാറുകയും ചെയ്താൽ, അധികാരികൾ പിന്മാറിയാൽ പിന്നെ എന്താണ് സംഭവിക്കുക? വീണ്ടും ആവർത്തിക്കപ്പെടില്ലേ?